Hi, good morning. In the last classes, we have discussed about the basics of computer networking. So we have studied about what is a computer network, its advantages, what is a topology, what are the different types of network devices, etc. So now today we are on our first experiment, that is network cable crimping. So we know that a cable is used to connect two devices or two or more devices in the network. So a cable is the media, is a transmission media to transmit the data from one device to another. So first of all, let us see what is a transmission media. So transmission media. The computer and other communicating devices represent data in the form of signals. നമുക്കറിയാം രണ്ട് ഡിവൈസസ്, അതായത് അല്ലെങ്കിൽ നെറ്റ്വർക്കിലുള്ള ഡിവൈസസ് തമ്മിൽ ഈ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ഡിജിറ്റൽ സിഗ്നൽസ് ആണ് ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് പാസ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദ സിഗ്നൽസ് ക്യാൻ ട്രാവൽ ത്രൂ വേരിയസ് ട്രാൻസ്മിഷൻ മീഡിയ. അപ്പോൾ അതിൻ്റെ ഇടയിലായിട്ടൊരു മീഡിയ വേണം അല്ലേ, അതായത് സിഗ്നൽ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് തന്നെ അത് ഒരു ട്രാൻസ്മിഷൻ മീഡിയ വേണം. അപ്പോൾ ഒരു സിഗ്നൽ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയ വേണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കറിയാം, നമ്മൾ ടെലിഫോൺ യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ലാൻഡ് ഫോൺ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ലാൻഡ് ഫോണിൽ നമ്മളിപ്പോൾ വേറൊരു ആൾ വിളിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഹാൻഡ്സെറ്റ് എടുത്തിട്ട് ഡയൽ ചെയ്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സംസാരിക്കുന്ന സിഗ്നൽസ് എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ത്രൂ കേബിൾ വഴിയാണ്. ടെലിഫോൺ കേബിൾ ഉണ്ടായിരിക്കുക, കേബിൾ വഴിയാണ് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ മീഡിയ എന്ന് പറയുന്നത് ഈ ടെലിഫോൺ കേബിളായിരിക്കും. അപ്പോൾ ഈ കേബിൾ വഴിയാണ് ഇതിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ കുറേ മീഡിയാസ് ഉണ്ട്. അപ്പോൾ പല ടൈപ്പ് മീഡിയാസ് ഉണ്ട്, നോക്കാം ഏതൊക്കെ ടൈപ്സ്. ഇപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയനെ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു. ദാറ്റ് ഈസ് വൺ ഈസ് ഗൈഡഡ് മീഡിയ ആൻഡ് ദി അതർ ഈസ് അൺഗൈഡഡ് മീഡിയ. ഇപ്പോൾ ഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കും. ആ ഒരു മീഡിയക്ക് ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ നമ്മൾ ഒരു ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണം, ഒരു ഡിവൈസിൽ നിന്ന് വേറെ ഡിവൈസിലേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ്, ഒരു ഫിസിക്കൽ പാത്തിലൂടെയാണ് ഡാറ്റ സെൻഡ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു കേബിൾ വഴി ഡാറ്റ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പോൾ കേബിൾ തന്നെ പല ടൈപ്പ് കേബിൾ ഉണ്ട്. അതിന് നമ്മൾ വയേർഡ് എന്ന് പറയും, വയേർഡ് കണക്ഷൻ എന്ന് പറയും. അപ്പോൾ കേബിൾ തന്നെ പല ടൈപ്പ് കേബിൾസ് ഉണ്ട്. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന എക്സാമ്പിൾസ് ഉണ്ട്: ട്വിസ്റ്റഡ് പെയർ കേബിൾ, കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ. അപ്പോൾ ഇങ്ങനെയുള്ള കേബിൾ ഈ പേരുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ഉള്ളത് അൺഗൈഡഡ് മീഡിയ മീൻസ് എന്താണ്? അവിടെ ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കില്ല. ഫിസിക്കൽ പാത്ത് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഇതിലൂടെ ആയിരിക്കും, എയറിലൂടെ ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് വയർലെസ് എന്നുകൂടി പറയാം, വയർലെസ് മീഡിയ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണ് വയർലെസ്? നമുക്കറിയാം അല്ലേ, നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു കുറേ ഡിവൈസുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ബ്ലൂടൂത്ത് ഉണ്ട്, വൈഫൈ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ എന്താണ്, ഈ അൺഗൈഡഡ് മീഡിയക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഇതാണ് ഗൈഡഡ് മീഡിയൻ്റെ എക്സാമ്പിൾസ്: കോപ്പർ ട്വിസ്റ്റഡ് പെയർ, കോപ്പർ കോയാക്സിയൽ കേബിൾ, ഫൈബർ ഒപ്റ്റിക് കേബിൾ. അതിൻ്റെ ഒരു ഇമേജാണ് ഇവിടെ കാണുന്നത്.
ഇപ്പോൾ കോപ്പർ ട്വിസ്റ്റഡ് പെയർ കേബിളിൽ എന്താണ് കോപ്പർ കേബിൾസ് ആണ് യൂസ് ചെയ്യുന്നത്. അത് പെയേഴ്സ് ആയിട്ടാണ്, അതിലുള്ള കേബിൾസ് പെയേഴ്സ് ആയിട്ടാണ് യൂസ് ചെയ്യുക. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്. പിന്നെ ഉള്ളത് കോപ്പർ കോയാക്സിയൽ കേബിളാണ്. കോയാക്സിയൽ കേബിളും അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെ കേബിൾ ടി വിക്കൊക്കെ വരുന്നത് ഇതുപോലുള്ള കോയാക്സിയൽ കേബിളാണ് ഉണ്ടാവുക. അപ്പോൾ കേബിളിൽ സിംഗിൾ കേബിളാണ് അതിനുണ്ടായിരിക്കുക. ആ സിംഗിൾ കേബിളിന് കുറേ എന്താ പറയുക ഇൻസുലേഷൻ ആയിട്ട് 2-3 ടൈപ്പ് ഇൻസുലേഷൻ അതിന് പുറത്തായിട്ട് കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഉള്ളത് ഫൈബർ ഒപ്റ്റിക് കേബിളാണ്. ഫൈബർ ഒപ്റ്റിക് കേബിള് അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഒപ്റ്റിക്കൽ അല്ലേ, അവിടെ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ പിന്നെ രീതിയിലാണ് അതിലെന്ത് ചെയ്യുന്നത്, ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പിന്നെ ലൈറ്റ് യൂസ് ചെയ്തിട്ടാണ് ഡാറ്റ ട്രാൻസ്മിഷൻ നടക്കുന്നത്. ഇപ്പോൾ ഉള്ള നമ്മളെ പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻസൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളിപ്പോൾ പിന്നെ ഇൻ്റർനെറ്റ് കണക്ഷനൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഫൈബർ ഒപ്റ്റിക് കേബിളാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ കോപ്പർ കേബിള് ഒക്കെ ഏകദേശം ഒഴിവാക്കി. കാരണം ഫൈബർ ഒപ്റ്റിക് കേബിളിന് അതിൻ്റേതായിട്ടുള്ള കുറേ അഡ്വാൻറ്റേജസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന കേബിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒപ്റ്റിക്കൽ ഫൈബർ കേബിളാണ്. ഈ പിന്നെ കുറേ ദൂരേക്ക് ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഫൈബർ ഒപ്റ്റിക് കേബിളാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് അൺഗൈഡഡ് മീഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഇസ് നോ ഫിസിക്കൽ പാത്ത് ഫോർ ട്രാൻസ്മിഷൻ. ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കില്ല, ട്രാൻസ്മിഷന് വേണ്ടി ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കില്ല. അവിടെ എന്താ ചെയ്യുന്നത്, അത് സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യുക, എയറിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ അറിയാം, മൈക്രോവേവ്, സാറ്റലൈറ്റ്, റേഡിയോ വേവ്സ്, ഇൻഫ്രാറെഡ് എന്നൊക്കെ പറയുന്ന ഇതൊക്കെ എന്താണ്, ട്രാൻസ്മിഷൻ വയർലെസ് ആയിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഇൻഫ്രാറെഡ്, റേഡിയോ വേവ്സ് ഒക്കെ നമുക്കറിയാം അല്ലേ, നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇൻഫ്രാറെഡ് റിമോട്ടിലൊക്കെ വരുന്നത് ഇൻഫ്രാറെഡാണ്. പിന്നെ അതുപോലെ റേഡിയോ വേവ്സ് ആണ് നമ്മളെ വൈഫൈ അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഒക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനൊരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കില്ല അൺഗൈഡഡ് മീഡിയ. അപ്പോൾ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈഡഡ് മീഡിയക്ക് ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കും, അൺഗൈഡഡ് മീഡിയ ആണെങ്കിൽ എന്താണ്, ഒരു ഫിസിക്കൽ പാത്ത് ഉണ്ടായിരിക്കില്ല. നെക്സ്റ്റ് ട്വിസ്റ്റഡ് പെയർ കേബിൾ ആണ് വളരെ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന നെറ്റ്വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് ഇപ്പോൾ യൂസ് ചെയ്യുന്ന കേബിള് ഈ ട്വിസ്റ്റഡ് പെയർ കേബിളാണ്. ഇപ്പോൾ നമ്മളെ ലാബിലൊക്കെ ഈ ട്വിസ്റ്റഡ് പെയർ കേബിളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേബിൾസ് എന്താണ്, ഒരു ട്വിസ്റ്റഡ് ഫോമിലാണ് ഇതിലുണ്ടായിരിക്കുക. നോക്കാം, ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് കേബിൾ ഇൻ വിച്ച് 2 independently insulated conductors of a single circuit are twisted together for the purpose of reducing crosstalk and electromagnetic induction. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ സർക്യൂട്ടിലെ തന്നെ 2 കണ്ടക്ടേഴ്സ്, അതായത് ഇൻസുലേറ്റഡ് ചെയ്തിട്ടുള്ള 2 കണ്ടക്ടേഴ്സ് തമ്മിൽ എന്ത് ചെയ്യും, ട്വിസ്റ്റ് ചെയ്യാൻ മീൻസ് എന്താ, നമ്മൾ സാധാരണ നിങ്ങൾ വയറൊക്കെ കണ്ടിട്ടില്ലേ, ഇങ്ങനെ പണഞ്ഞിരിക്കുന്നത് കണ്ടിട്ടില്ലേ, 2 വയറ് തമ്മിൽ പണഞ്ഞിട്ടാണല്ലോ ഉണ്ടായിരിക്കുക. അങ്ങനെ ചെയ്യുന്നതിനാണ് ട്വിസ്റ്റ് ചെയ്യുക എന്ന് പറയാം. അപ്പോൾ ഒരു സിംഗിൾ സർക്യൂട്ടിലെ തന്നെ 2 കേബിൾസ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്, ഫോർ ദ പർപ്പസ് ഓഫ് റെഡ്യൂസിങ് ക്രോസ് ടോക്ക് ആൻഡ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. അപ്പോൾ ഒരു കേബിളിലൂടെ ഒരു കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ്, ആ കേബിളിന് ചുറ്റും ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് ക്രിയേറ്റ് ചെയ്യും. അത് നമ്മൾ ബേസിക് ഇലക്ട്രോണിക്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഈ കേബിളിലൂടെ പാസ് ചെയ്യുന്നത് പറഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിക് സിഗ്നൽസ് ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സിഗ്നൽസ് ബാക്കി അതുപോലെ തന്നെ മറ്റുള്ള കേബിളും വഴി വരുന്ന പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. അപ്പോൾ ഈ കേബിൾസൊക്കെ അടുത്ത് വരുന്ന സമയത്ത് ഇൻ്റർഫിയറൻസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർഫിയറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഒരു സർക്യൂട്ടിനെ തന്നെ 2 കേബിൾസ് തമ്മിൽ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ ക്രിയേറ്റ് ചെയ്യുന്ന ആ മാഗ്നറ്റിക് ഫീൽഡ് ട്വിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താ സംഭവിക്കുന്നത്, ക്യാൻസലായി പോകും. അപ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു
സിഗ്നൽ നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ വരുന്ന ആ ഇൻ്റർഫിയറൻസ് നമ്മൾ എന്ത് ചെയ്യും, ക്യാൻസൽ ആയി പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഈ ക്രോസ് ടോക്ക് അതേപോലുള്ള ഈ ഇലക്ട്രോ മാഗ്നറ്റിക് പിന്നെ ഇൻ്റർഫിയറൻസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്. ഇതാണൊരു ട്വിസ്റ്റഡ് പെയർ കേബിൾ. അപ്പോൾ ഇതിൽ UTP കേബിൾ എന്നാണ് നമ്മൾ പറയാം. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ കേബിളാണ് നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന കേബിൾ. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ 8 കേബിൾസ് ഉണ്ടാവും. 8 കേബിൾസിൽ 4 കളേഴ്സാണുള്ളത്. ഒന്ന് ഓറഞ്ച്, ഗ്രീന്, ബ്ലൂ, ബ്രൗൺ. പിന്നെ അത് കൂടാതെ അതിൻ്റെ പെയറായിട്ട് വരുന്ന കേബിൾസ് ഉണ്ട്. അതിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ആ കളറിൻ്റെ കൂടെ വൈറ്റ് കളറും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്രീനിൻ്റെ കൂടെ വരുന്നത് പെയറായിട്ട് വരുന്നത് ഗ്രീൻ വൈറ്റ് ആയിരിക്കും. ബ്രൗണിൻ്റെ കൂടെ ബ്രൗൺ വൈറ്റ്, ഓറഞ്ചിൻ്റെ കൂടെ ഓറഞ്ച് വൈറ്റ്, ബ്ലൂവിൻ്റെ കൂടെ ബ്ലൂ വൈറ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതാണ് ഒരു ട്വിസ്റ്റഡ് പെയർ കേബിളിൻ്റെ ശരിക്കുള്ള പിക്ചർ. അപ്പോൾ ഈ ഔട്ടർ മോസ്റ്റ് ആ പുറമേ കാണുന്ന ബ്ലാക്ക് കളർ ഒരു പ്ലാസ്റ്റിക് കവറാണ്. പിന്നെ അത് കൂടാതെ ഈ കാണുന്ന 8 കേബിൾസ് തമ്മിൽ ഓരോ കേബിളും അതിൻ്റെ പെയറുമായിട്ട് ട്വിസ്റ്റഡ് ആയിട്ടുള്ള ഫോമിലാണ് കിട്ടുക. അപ്പോൾ ഗ്രീൻ വൈറ്റും തമ്മിൽ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാവുക. ബ്രൗണും ബ്രൗൺ വൈറ്റും ട്വിസ്റ്റ് ചെയ്തിട്ട്, അതുപോലെ തന്നെ ഓറഞ്ചും ബ്ലൂവും ട്വിസ്റ്റഡ്. അപ്പോൾ ഓരോ കോപ്പർ കേബിളും എന്താണ്, ഇൻസുലേറ്റഡ് ആണ്. പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇൻസുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻസുലേറ്റ് ചെയ്തതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ടൈപ്സ് ഉണ്ട്. 2 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും മറ്റൊന്ന് ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയറും. അൺഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ആണ് ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 4 pairs ഓഫ് കളർ കോഡഡ് വയേഴ്സ് ട്വിസ്റ്റഡ് അറൗണ്ട് ഈച്ച് അതർ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ 4 പെയർ കളേഴ്സ് ഉണ്ട്. അത് തമ്മിൽ ട്വിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. വയേഴ്സ് ആർ ട്വിസ്റ്റഡ് ടു പ്രിവെൻറ്റ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻ്റർഫിയറൻസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ട്വിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വേറെ ടൈപ്പ് ഉള്ളത് STP, ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ. ഷീൽഡഡ് ട്വിസ്റ്റഡ് പെയർ ഹാസ് എ ഫോയിൽ ഷീൽഡ് ദാറ്റ് കവേഴ്സ് ദി വയേഴ്സ്. അപ്പോൾ UTP പോലെ തന്നെയാണ് STP. ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ അതിനൊരു എക്സ്ട്രാ ഫോയിൽ ഷീൽഡ് ഉണ്ടായിരിക്കും. അതായത് പുറമേയുള്ള ഔട്ടർ കവറിൻ്റെ ഉള്ളിലായിട്ട്, അതായത് ഈ കേബിളിനെ കവർ ചെയ്തും കൊണ്ട് ഒരു ഫോയിലുണ്ട്, ഒരു അലൂമിനിയം ഫോയിലായിരിക്കും. The foil shield adds a layer of protection against electromagnetic interference leaking into and out of the cable. അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു എക്സ്ട്രാ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ട്വിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്, ഇൻ്റർഫിയറൻസ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. പക്ഷെ ചില കേസിൽ ഇപ്പോൾ കേബിൾസ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ ചില വലിയ ഇൻഡസ്ട്രി അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ കമ്പ്യൂട്ടറിൻ്റെ നമ്മളെ ഈ നെറ്റ്വർക്ക് കേബിൾസ് മാത്രമല്ല ഉണ്ടാവുക, പല ടൈപ്പ് മെഷീനറീസിൻ്റെ കേബിൾസൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ ഒക്കെ എന്താണ്, ഇതുപോലുള്ള ഇൻ്റർഫിയറൻസ് വരാൻ ചാൻസ് ഉണ്ട്. കുറേ ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡുകൾ ക്രിയേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഇൻ്റർഫിയറൻസ് പിന്നെ ഒന്നുകൂടി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു എക്സ്ട്രാ ഷീൽഡും കൂടി കൊടുക്കുന്നത്. ഇപ്പോൾ ഈ STP അത്ര കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യാറില്ല. ഇപ്പോൾ ഇതേപോലുള്ള സ്പെഷ്യൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് അങ്ങനെയുള്ള ഏരിയയിൽ മാത്രമേ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ, ഇൻ്റർഫിയറൻസ് തടയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ STP യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ കാറ്റഗറീസാണ്. ഇപ്പോൾ ഈ കേബിൾസ്, അതായത് UTP കേബിൾസ് പിന്നെ പല കാറ്റഗറി ഉണ്ട്. ഈ കാറ്റഗറി മീൻസ് പല വേർഷൻസാണ്. അത് പുതിയ ഇറങ്ങുന്ന സമയത്ത് പുതിയ കാറ്റഗറി പിന്നെ ഇറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡാണ്. അപ്പോൾ കാറ്റഗറി 3 ഇതിനെ നമ്മൾ ഷോർട്ടാക്കിയിട്ട് CAT 3 എന്നാണ് പറയുക. CAT 3, CAT 5, CAT 6 ആ കേബിൾസിനെ പറയുന്ന പേരാണ്. ആ ഷോർട്ടാക്കിയിട്ട് പറയുന്നതാണ്. ആ കാറ്റഗറിക്ക് ഷോർട്ടാക്കിയിട്ട് പറയുന്നത്. കാറ്റഗറി 3നെ ഷോർട്ടാക്കിയിട്ട് നമ്മൾ CAT 3 എന്ന് പറയും. കാറ്റഗറി 5ന് CAT 5 അങ്ങനെയാണ് പറയാറ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാം. കാറ്റഗറി 3 ആണെങ്കിൽ 10 Mbps ആണ്. കാറ്റഗറി 5ന് 100 Mbps. അങ്ങനെ ഓരോതിൻ്റെ സ്പീഡ് കാണാൻ പറ്റും. അപ്പോൾ അതിൽ ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന CAT 6, CAT 6, CAT 6A, CAT 6, CAT 7 ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ സ്പീഡ് നിങ്ങൾക്ക് കാണാം. CAT 6 ആണ് 1 Gbps ആണ്.
കാറ്റ് 6എക്ക് 10 ഗിഗാബിറ്റ്സ് പെർ സെക്കൻഡ് ഉണ്ട്, കാറ്റ് 7 10 ഗിഗാബിറ്റ്സ് പെർ സെക്കൻഡ് തന്നെയാണ്. പിന്നെ ഒരു കാറ്റ് 8 ഉണ്ട്, പക്ഷെ അത് നമ്മൾ അത്ര പോപ്പുലറായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ അതിൻ്റെ സ്പീഡ് എന്ന് പറഞ്ഞാൽ 40 ഗിഗാബിറ്റ്സ് പെർ സെക്കൻഡാണ്. പക്ഷെ ഇതിൻ്റെ ഒരു ഡിസ്റ്റൻസ് ലിമിറ്റഡ് ആണ്, 30 മീറ്റേഴ്സേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ ഒരു ഡിവൈസ് നെറ്റ്വർക്ക് ചെയ്യുന്ന 2 ഡിവൈസുകൾ തമ്മിലുള്ള അകലം ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മാക്സിമം നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന കേബിളിൻ്റെ ലെങ്ത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. എത്രയായിരുന്നു? 100 മീറ്റർ. ഓക്കെ, അപ്പോൾ 100 മീറ്റർ വരെ നമുക്ക് ആ ഡിസ്റ്റൻസിൽ യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ കേബിൾ, അതായത് കാറ്റ് 8 യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹൈ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റും, 40 ഗിഗാബിറ്റ്സ് പെർ സെക്കൻഡ് വരെ കിട്ടും. പക്ഷേ ഈ ഒരു സ്പീഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളെന്താണ് ഡിസ്റ്റൻസ് നമ്മൾ മാക്സിമം കുറയ്ക്കേണ്ടി വരും. അതായത് ഡിസ്റ്റൻസ് മാക്സിമം നമുക്ക് 30 മീറ്റേഴ്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ അതെന്താണ് 4 times faster than കാറ്റ് 6 ഓർ കാറ്റ് 7. കാറ്റ് 7 6എയും അതുപോലെ കാറ്റ് 7നേക്കാളും 4 ഇരട്ടി സ്പീഡിൽ വർക്ക് ചെയ്യും. അതാണ് ഇതിൻ്റെ വ്യത്യാസം. നെക്സ്റ്റ് ക്രിമ്പിങ്. ഇപ്പോൾ ക്രിമ്പിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേബിൾസ്, ഇപ്പോൾ കേബിൾ നമ്മൾ പരിചയപ്പെട്ടു, ഈ UTP കേബിൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സിസ്റ്റംസ് നമ്മൾ കണക്ട് ചെയ്യുന്നത് അല്ലേ. ഒരു നെറ്റ്വർക്കിൽ സിസ്റ്റംസ് അല്ലെങ്കിൽ ഡിവൈസസ് തമ്മിൽ കണക്ട് ചെയ്യുന്നത് ഈ UTP കേബിൾ വെച്ചിട്ടാണ്. അപ്പോൾ ഈ കേബിൾ ജസ്റ്റ് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ കണക്ട് ചെയ്യും? നമ്മൾ ഇപ്പോൾ ഫാനോ അല്ലെങ്കിൽ ബൾബോ ഒക്കെ കണക്ട് ചെയ്യുന്ന രീതിയിൽ വയറ് പിരിച്ചിട്ട് കണക്ട് ചെയ്താൽ മതിയോ? പറ്റില്ല. അപ്പോൾ അതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്, ഒരു സ്റ്റാൻഡേർഡൈസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്, ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു സ്ഥലത്ത് മാത്രമല്ല ഉപയോഗിക്കുന്നത്, ഈ നെറ്റ്വർക്ക് വേറെ നെറ്റ്വർക്കായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും അല്ലേ. അപ്പോൾ ചിലപ്പോൾ അത് ഇൻ്റർനെറ്റായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്ന് പറഞ്ഞാൽ വേൾഡിൽ മൊത്തം എന്താണ് ഒരു സ്റ്റാൻഡേർഡ് ഫോം വേണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈസി ആയിട്ട് കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റൂ. അപ്പോൾ ഇതിനൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അപ്പോൾ ക്രിമ്പിംഗ് എന്ന് പറഞ്ഞാൽ, ഇൻ സിമ്പിൾ വേർഡ്സ്, ക്രിമ്പിംഗ് ഈസ് എ പ്രോസസ് ഓഫ് എഫിക്സിങ് എ കണക്റ്റഡ് ടു ദി എൻഡ് ഓഫ് എ കേബിൾ. ഒരു കേബിളിൻ്റെ എൻഡിൽ നമ്മളൊരു കണക്ടർ ഫിക്സ് ചെയ്യുക. കണക്ടർ എന്തിനു വേണ്ടിയിട്ടാണ്? ആ ഡിവൈസ് തമ്മിൽ കണക്ട് ചെയ്യാൻ അല്ലേ. നമ്മളറിയാം, നമ്മൾ നെറ്റ്വർക്ക് കാർഡ് കണ്ടിട്ടുണ്ട്, നെറ്റ്വർക്ക് കാർഡിൻ്റെ ആ സോക്കറ്റ് കണ്ടിട്ടുണ്ട് അല്ലേ. അവിടേക്ക് നമ്മൾ ഈ RJ45 ജാക്ക് കണക്ട് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ആ ഒരു പിന്നെ കേബിളിൻ്റെ എൻഡിൽ ഈ കണക്ടർ കണക്ട് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. ക്രിമ്പിംഗ് ടൂൾ ഈസ് എ ഡിവൈസ് യൂസ് ടു അറ്റാച്ച് എ കണക്റ്റഡ് ടു ദി എൻഡ് ഓഫ് എ ഫോൺ ഓർ നെറ്റ്വർക്ക് കേബിൾ. അപ്പോൾ ക്രിമ്പിംഗ് ടൂള് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ, ഈ ഒരു കണക്ടർ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ ഒരു എൻഡിൽ, അതായത് കേബിളിൻ്റെ എൻഡിലാണ് നമ്മൾ ഈ കണക്ടർ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അത് ഫിക്സ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൂളിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിമ്പിംഗ് ടൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ക്രിമ്പിംഗ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്രിമ്പിംഗ് ടൂൾ. അപ്പോൾ ക്രിമ്പിംഗ് ടൂൾ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ കാണാം, ഒരു സോക്കറ്റ് കാണാം, ഒന്ന് വലുതും ഒന്ന് ചെറുതും ഉണ്ട്. അതായത് RJ45, അതുപോലെ തന്നെ RJ11 നമ്മളെ ടെലിഫോണിൻ്റെ കേബിളാണ്. അപ്പോൾ RJ45 നമുക്ക് കണക്ട് ചെയ്യാം, അതുപോലെ തന്നെ RJ11 കണക്ടറും നമുക്ക് ഈ ക്രിമ്പിംഗ് ടൂൾ വെച്ചിട്ട് നമുക്ക് ക്രിമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ വലുതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വലിയ സോക്കറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? RJ45 നമ്മളെ നെറ്റ്വർക്ക് കേബിള് അല്ലെങ്കിൽ ആ ജാക്ക് ക്രിമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ആ സൈസിലുള്ള ഡിഫറൻസ്. RJ45ൻ്റെ കുറച്ച് വലിപ്പം കൂടുതലുണ്ടായിരിക്കും, RJ11 ആണെങ്കിൽ അതിനേക്കാളും ചെറുതായിരിക്കും. RJ11 6 പിന്നാണ്, നമ്മളെ RJ45 ആണെങ്കിൽ 8 പിന്നായിരിക്കും. ഇനി എങ്ങനെയാണ് നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ഒരു കളർ കോഡ് മനസ്സിലാക്കി വെക്കണം. അപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിളിൽ നിങ്ങൾക്ക് കാണാം, ഇപ്പോൾ ഞാൻ പറഞ്ഞു 4 കളേഴ്സാണ് ഉള്ളത്. ഗ്രീൻ ഉണ്ട്, ബ്ലൂ ഉണ്ട്, ഓറഞ്ച് ഉണ്ട്, ബ്രൗൺ ഉണ്ട്. പിന്നെ അതിൻ്റെ പെയറായിട്ട് വരുന്ന ഓരോന്നിൻ്റെയും അതിൻ്റെ വൈറ്റും
കൂടിയിട്ടുള്ള കളറും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കേബിളിൽ നമ്മൾ ഈ ജാക്കിലേക്ക് കണക്ട് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ കാണുന്ന ഈ കേബിളിലെ വയേഴ്സ് നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് സ്ട്രെയിറ്റൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഈ ജാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് പഞ്ച് ചെയ്യണം. പഞ്ച് ചെയ്യുന്ന സമയത്താണ് അത് എന്ത് ചെയ്യുക, ആ ഒരു കണക്ടറിൽ ഫിക്സ് ആയിട്ട് നിൽക്കുക. ഇവിടെ നോക്കാം, പിന്നെ പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കേബിളിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ആ ടൂള് വെച്ചിട്ട് പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കണക്ടർ അവിടെ ഫിക്സ് ആവും. അപ്പം ഇതിന് കളർ കോഡ് നോക്കാം. ഈ കളർ കോഡിന് 2 സ്റ്റാൻഡേർഡ് ഉണ്ട്. ദർ ആർ 2 സ്റ്റാൻഡേർഡ് കളർ കോഡ്സ് ഫോർ RJ45 വയറിംഗ്. അപ്പോൾ അതിൽ 2 കളർ കോഡ് ഉണ്ട്. ഒന്ന് T568Aയും T568Bയും. 2 കളർ കോഡിംഗ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം 568Aയും 568Bയും. അപ്പോൾ നമ്മൾ ഒരു കണക്ടർ എടുത്തിട്ട് കണക്ടറിൻ്റെ ക്ലിപ്പുള്ള ഭാഗം പുറകോട്ട് വെച്ചിട്ട് നമ്മൾ ഫേസ് ചെയ്ത് പിടിക്കുകയാണെങ്കിൽ അതിൽ ലെഫ്റ്റ് സൈഡിൽ വരുന്നതാണ് പിൻ നമ്പർ 1 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 568Aയിൽ വരുന്ന പിൻ നമ്പർ 1 വരുന്ന കളറ് ഗ്രീൻ വൈറ്റ് ആണ്. ഗ്രീനും വൈറ്റും ചേർന്നിട്ടുള്ള കേബിളാണ് ഫസ്റ്റ് പിൻ നമ്പർ 1 വരേണ്ടത്. പിന്നെ നമ്പർ 2 ഗ്രീന്, നമ്പർ 3 വൈറ്റ്, ഓറഞ്ച് വൈറ്റ് ആണ്. 4 ബ്ലൂ ആണ്. 5 ബ്ലൂ വൈറ്റ് ആണ്. 6 ഓറഞ്ച് ആണ്. 7 ബ്രൗൺ വൈറ്റ് ആണ്. 8 ബ്രൗൺ ആണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ കളർ കോഡ്. ഇനി 568Bയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് വരുന്നത് ഓറഞ്ച് വൈറ്റ് ആണ്. പിന്നെ ഓറഞ്ച്, പിന്നെ വരുന്നത് ഗ്രീൻ വൈറ്റ് ആണ്. പിന്നെ ബ്ലൂ വൈറ്റ്, ഗ്രീന്, ബ്രൗൺ വൈറ്റ്, ബ്രൗൺ. അപ്പോൾ ഇതാണ് 2 ടൈപ്പ് കളർ കോഡിങ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, ഇത് ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓരോ പിന്നിൽ വരുന്ന കളർ കോഡിങ്. അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞിട്ട് ഇത് നിങ്ങൾ പഠിക്കേണ്ടി വരും. കാരണം നിങ്ങൾക്ക് എക്സാമിന് വരുന്ന സമയത്ത് ക്രിമ്പിങ് ചെയ്ത് കാണിക്കാനുണ്ടാവും. കേബിൾസ് ക്രിമ്പ് ചെയ്തിട്ട് കാണിക്കേണ്ടി വരും. അപ്പോൾ ഇത് ബൈ ഹാർട്ടായിട്ട് തന്നെ നിങ്ങൾ പഠിക്കണം. ഈ കേബിളിൻ്റെ കളർ കോഡിങ് 568A എങ്ങനെയാണ് വരുന്നത്, 568B എങ്ങനെയാണ് വരുന്നത്. ഓക്കെ, ഇനി the most common types of twisted pair cables that are used in LAN are straight cable and crossover cable. ഇപ്പോൾ നമ്മൾ കളർ കോഡിങ് പറഞ്ഞു, 2 ടൈപ്പ് ഉണ്ട്. 568Aയും 568Bയും ഉണ്ട്. അതുപോലെ തന്നെ 2 വിധത്തിലുള്ള കേബിൾസ്, ട്വിസ്റ്റഡ് പെയർ കേബിള് നമ്മൾ ലാനിൽ യൂസ് ചെയ്യാറുണ്ട്. അത് ഒന്ന് സ്ട്രെയിറ്റ് കേബിളാണ്, മറ്റൊന്ന് ക്രോസ് ഓവർ കേബിളാണ്. എന്താണെന്ന് പറയാം. അപ്പോൾ മെയിനായിട്ട് വരുന്ന 2 ടൈപ്പ് കേബിൾസാണ് ഈ പറയുന്ന സ്ട്രെയിറ്റും അതുപോലെ തന്നെ ക്രോസ് ഓവറും. ആദ്യം സ്ട്രെയിറ്റ് ത്രൂ കേബിൾ നോക്കാം. സ്ട്രെയിറ്റ് ത്രൂ കേബിൾസ് ആർ യൂസ്ഡ് ടു കണക്ട് ഡിസ്സിമിലർ ഡിവൈസസ് ടുഗദർ. അപ്പോൾ സ്ട്രെയിറ്റ് ത്രൂ കേബിള് നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്? ഡിസ്സിമിലർ ആയിട്ടുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസ്സിമിലർ ഡിവൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപോലെ അല്ലാത്ത ഡിവൈസ്. നെറ്റ്വർക്കിൽ യൂസ് ചെയ്യുന്ന പല ഡിവൈസുകളും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ സെയിം അല്ലാത്ത, ഒരുപോലെ അല്ലാത്ത, സിമിലർ അല്ലാത്ത ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഏത് കേബിൾ യൂസ് ചെയ്യുന്നത്? സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പ്യൂട്ടറിന് സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യാം. അവിടെ നമ്മൾ ഏത് കേബിളാണ് യൂസ് ചെയ്യുക? സ്ട്രെയിറ്റ് കേബിളാണ് യൂസ് ചെയ്യുക. കാരണം എന്താ? 2 ഡിസിമിലർ ഡിവൈസുകളാണ് അല്ലേ? ഒന്ന് കമ്പ്യൂട്ടറുമാണ്, ഒന്ന് സ്വിച്ചുമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളവിടെ സ്ട്രെയിറ്റ് കേബിളാണ് യൂസ് ചെയ്യുക. പിന്നെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മളൊരു കണക്ഷൻ റൗട്ടറിലേക്ക് കണക്ട് ചെയ്യണം. അവിടെ എന്താണ് യൂസ് ചെയ്യുക?
സ്ട്രെയിറ്റ് കേബിളാണ് യൂസ് ചെയ്യുക. കാരണം അവിടെ എന്താണ്, രണ്ട് ഡിഫറെൻറ്റ് ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യം, സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത് എവിടെയാണ്? ഡിസിമിലർ ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ സ്ട്രെയിറ്റിൻ്റെ ഒരു ഇമേജ് നോക്കുക. അപ്പോൾ ലെഫ്റ്റ് ഇതിൽ ഈ ഇമേജിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് 568A റൈറ്റ് സൈഡിൽ കാണുന്നത് 568B ആണ്. അപ്പോൾ നമ്മൾ ക്രിമ്പ് ചെയ്യുന്ന സമയത്ത് കേബിളിൻ്റെ ഒരെൻഡ് 568B കളർ കോഡിൽ ചെയ്യുകയാണെങ്കിൽ മറ്റേ എൻഡും എന്ത് ചെയ്യണം? 568A എന്ന കളർ കോഡിൽ ക്രിമ്പ് ചെയ്യണം. എന്നാലേ അതൊരു സ്ട്രെയിറ്റ് ത്രൂ കേബിളായിട്ട് മാറുള്ളൂ. ഇനി നമ്മൾ 568B ആണ് ഒരു എൻഡിൽ നമ്മൾ കളർ കോഡ് യൂസ് ചെയ്തിട്ടാണ് ക്രിമ്പ് ചെയ്തതെങ്കിൽ അതിൻ്റെ മറ്റേ എൻഡും എന്തായിരിക്കണം? 568B കളർ കോഡിൽ തന്നെ നമ്മൾ ക്രിമ്പ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അതൊരു സ്ട്രെയിറ്റ് ത്രൂ കേബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സ്ട്രെയിറ്റ് ത്രൂ കേബിൾ നമുക്ക് രണ്ട് തരത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെ? ഒന്നുകിൽ 568A കളർ കോഡിൽ രണ്ട് എൻഡും ക്രിമ്പ് ചെയ്യുക. അതുപോലെ തന്നെ അല്ലെങ്കിൽ 568B യൂസ് ചെയ്യണം. അപ്പോൾ ഏത് കളർ കോഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കളർ കോഡ് രണ്ട് എൻഡിലും സെയിം കളർ കോഡ് യൂസ് ചെയ്തിട്ട് ക്രിമ്പ് ചെയ്യണം. അതാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ സ്ട്രെയിറ്റ് ത്രൂ കേബിളിൽ കളർ കോഡിങ് 568A ആണ് ഒരു എൻഡിൽ യൂസ് ചെയ്യുന്നതെങ്കിൽ 568A തന്നെ എന്ത് ചെയ്യണം? മറ്റേ എൻഡിൽ യൂസ് ചെയ്യാം. ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും എന്തായിരിക്കണം? സെയിം കളർ കോഡ് ആയിരിക്കണം. ഇനി ക്രോസ് ഓവർ കേബിൾ നോക്കാം. ഈ ക്രോസ് ഓവർ കേബിൾ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കണക്ട് ടു സിമിലർ ഡിവൈസസ് ടുഗദർ. അപ്പോൾ ക്രോസ് ഓവർ കേബിൾ നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്? സിമിലർ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ വേറൊരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്യാൻ ശരിക്കും ആ ഇടയിൽ സ്വിച്ച് ഒന്നും ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ക്രോസ് ഓവർ കേബിളാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സ്വിച്ച്, ഇപ്പോൾ ഒരു ലാൻ ഉണ്ട്, വേറൊരു ലാൻ അപ്പുറത്ത്, കുറച്ചപ്പുറത്ത് വേറെ ലാൻ ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലാൻ തമ്മിൽ കണക്ട് ചെയ്യണം. അത് നമ്മളെങ്ങനെ കണക്ട് ചെയ്യാം? കണക്ട് ചെയ്യാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? ഈ സ്വിച്ചിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്ത് ആ സ്വിച്ചിലേക്ക് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു സ്വിച്ചിൽ നിന്ന് ഒരു സ്വിച്ചിലേക്ക് കണക്ട് ചെയ്യുമ്പോൾ സിമിലർ ഡിവൈസാണ് അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഏത് കേബിൾ യൂസ് ചെയ്യണം? ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യണം. ഇനി എന്താണ് ക്രോസ് ഓവർ കേബിൾ? ഇപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഒരു എൻഡ് ഏത് കളർ കോഡ് യൂസ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്? 568B ആണ് എൻഡ് 1 ക്രിമ്പ് ചെയ്തിരിക്കുന്നത്. എൻഡ് 2 568A. അപ്പോൾ അതാണ് ക്രോസ് ഓവർ കേബിൾ. അപ്പോൾ ക്രോസ് ഓവർ കേബിളിൽ എന്താണ് ഈ കളർ കോഡിങ്? അതായത് 568A ഉണ്ട് 568B ഉണ്ട് കളർ കോഡിങ് അല്ലേ? അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോഡിങ് യൂസ് ചെയ്തിട്ട് ഒരു എൻഡിൽ 568Aയും ഒരു എൻഡിൽ 568Bയും ആണെങ്കിൽ ആ കേബിളിന് നമ്മൾ എന്ത് പറയും? ക്രോസ് ഓവർ കേബിൾ എന്ന് പറയും. സെയിം കളർ കോഡ് യൂസ് ചെയ്ത് രണ്ട് എൻഡിലും സെയിം കളർ കോഡാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അതിന് സ്ട്രെയിറ്റ് ത്രൂ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ കോഡിങ് ഒരു എൻഡിൽ പിന്നെ 568Aയും മറ്റേ എൻഡിൽ 568B ആണെങ്കിൽ അവിടെ എന്ത് പറയും? അതിനെ ക്രോസ് ഓവർ കേബിൾ എന്ന് പറയും. ആ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം അല്ലേ? സ്ട്രെയിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് എൻഡും സെയിം കളർ കോഡാണോ. ക്രോസ് ഓവർ ആണെങ്കിലോ ഒരു എൻഡിൽ 568Aയും മറ്റേ എൻഡിൽ 568Bയും ആയിരിക്കണം. അപ്പം ഇങ്ങനെയുള്ള ക്രോസ് ഓവർ കേബിൾ നമ്മൾ യൂസ് ചെയ്യുന്നത് സിമിലർ ഡിവൈസസ് കണക്ട് ചെയ്യാൻ. സ്ട്രെയിറ്റ് ത്രൂ കേബിൾ യൂസ് ചെയ്യുന്നത് ഡിസിമിലർ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ക്രിമ്പിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടൂൾസ്? ഒന്ന് ഈ ക്രിമ്പിങ് ടൂൾ തന്നെ, ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ക്രിമ്പിങ് ടൂൾ തന്നെയാണ്. പിന്നെ വരുന്നത് ഈ കണക്ടർ, RJ45 കണക്ടർ വേണം. പിന്നെ വയർ സ്ട്രിപ്പർ, അതായത് ഈ വയർ സ്ലീവ്, അതായത് ഞാൻ പറഞ്ഞ ഔട്ടറിൽ ഒരു ഇൻസുലേഷൻ കൊടുത്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ കാണുന്ന ഈ കേബിളിൽ ഒരു ബ്ലൂ കളർ സ്ലീവ് ഉണ്ട് അല്ലേ? ഒരു ഔട്ടർ കവർ ഉണ്ട്. ആ കവർ നമുക്ക് എന്ത് ചെയ്യണം? ആദ്യം
റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്ട്രിപ്പർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്ലീവ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, കട്ട് ചെയ്തിട്ട് എടുക്കും. പിന്നെ വേണ്ടത് അതിൻ്റെ കേബിളാണ്, RJ45 കേബിൾ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ള ടൂൾസ്. ഇനി എങ്ങനെയാണ് ക്രിമ്പിങ് ചെയ്യാൻ നോക്കാം. അപ്പോൾ ക്രിമ്പിങ്ങിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട്, കേബിൾ വേണം, ജാക്ക് വേണം, അതുപോലെ ക്രിമ്പിങ് ടൂൾ വേണം, അതുപോലെ വയർ സ്ട്രിപ്പറിൻ്റെ യൂസ് ചെയ്യുന്ന ടൂളും വേണം, വയർ സ്ട്രിപ്പറും വേണം. അപ്പോൾ ഇത് ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ കേബിൾ എടുത്തിട്ട് ആ കേബിള് ആദ്യം നമ്മൾ ഡിസൈഡ് ചെയ്യണം ഏത് ടൈപ്പ് കളർ കോഡിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള സ്ട്രെയിറ്റ് ത്രൂ ആണോ അല്ലെങ്കിൽ ക്രോസ് ഓവർ കേബിളാണോ വേണ്ടതെന്ന് വെച്ചാൽ ആദ്യം ഡിസൈഡ് ചെയ്യാം. അതിനുശേഷം നമ്മൾ കേബിളിൻ്റെ ഒരു എൻഡ് എടുത്തിട്ട് ഏകദേശം ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ നമ്മൾ വയറിൻ്റെ എൻഡ് അതിൻ്റെ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കണം. അപ്പോൾ സ്ലീവ് കട്ട് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വയർ സ്ട്രിപ്പറാണ് യൂസ് ചെയ്യുക. അപ്പോൾ വയർ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്ലീവ് മാത്രം നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാണിച്ചു തരാം. അപ്പോൾ ആ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് ആ സ്ലീവ് മാത്രം നമ്മൾ കട്ട് ചെയ്തെങ്കിലും എടുക്കുക ചെയ്യുക. എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആ കേബിൾസ് കാണാൻ പറ്റും. 4 പെയർ ട്വിസ്റ്റഡ് കേബിൾസ്, കോപ്പർ കേബിൾസ് നമുക്ക് കാണാൻ പറ്റും. ആ കേബിൾസ് പിന്നെന്താ ചെയ്യുക, നമ്മൾ ഈ കളർ കോഡ് അനുസരിച്ച് അറേഞ്ച് ചെയ്യുക. എന്നിട്ടത് ഒരേ സ്ട്രെയിറ്റൻ ചെയ്തിട്ട് ഒരേ ലെങ്ത് ആക്കിയതിന് ശേഷം നമ്മളത് ജാക്കിൽ ഇൻസേർട്ട് ചെയ്തിട്ട് ക്രിമ്പിംഗ് ടൂൾ യൂസ് ചെയ്തിട്ട് പഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് ചെയ്യാം, കേബിള് എടുക്കുക. എന്നിട്ട് വയർ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അതൊന്ന് കറക്കി കഴിഞ്ഞാൽ, 2 കറക്കൽ കറക്കി കഴിഞ്ഞാൽ ആ സ്ലീവ് ഇങ്ങോട്ട് പോരും. അതിനുശേഷം നമുക്ക് ഈ 4 പെയർസ് കാണാം. ഈ 4 പെയർ കേബിളും എന്ത് ചെയ്യുക, ആ ട്വിസ്റ്റ് ചെയ്തത് അൺട്വിസ്റ്റ് ചെയ്യുക. 4 പെയറായിട്ടാണ് ഇതിൽ കാണുക. അത് അൺട്വിസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, എല്ലാം സ്ട്രെയിറ്റൻ ചെയ്യുക. എല്ലാം സ്ട്രെയിറ്റൻ ചെയ്തിട്ട് നമ്മൾ ഏത് കളർ കോഡിംഗ് ആണോ നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്, 568A ആണെങ്കിൽ അത്, 568B ആണെങ്കിൽ അത്. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് 568B ആണ്. അപ്പോൾ അതിൻ്റെ ഓർഡറാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഫസ്റ്റ് വരുന്നത് വൈറ്റ് ഓറഞ്ച് ആണ്, പിന്നെ ഓറഞ്ച്, ഗ്രീൻ വൈറ്റ് ബ്ലൂ, ബ്ലൂ വൈറ്റ് ഗ്രീൻ, വൈറ്റ് ബ്രൗൺ ബ്രൗൺ. ആ ഓർഡറിലാക്കിയതിന് ശേഷം നമ്മൾ ജാക്ക് എടുക്കുക. ജാക്ക് എടുത്തിട്ട് അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, അതിൻ്റെ ടിപ്പ് ഒരേ ലെങ്ത് ആക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ടിപ്പ് എന്ത് ചെയ്യുക, ജസ്റ്റ് കട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ ഈ രീതിയിൽ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ആ ജാക്ക് നമ്മൾ ഇങ്ങനെ ഫേസ് ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡിലാണ് ഫസ്റ്റ് പിൻ നമ്പർ 1 വരിക. അതിന് ശേഷം നന്നായി പ്രസ് ചെയ്തിട്ട് സ്ലീവിൻ്റെ ചെറിയൊരു ഭാഗം ഉള്ളിലേക്ക് കടക്കുന്ന രീതിയിൽ പ്രസ് ചെയ്യാം. പ്രസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ ക്രിമ്പിംഗ് ടൂൾ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 സോക്കറ്റ് കാണാം. ഒന്ന് RJ11 ഒന്ന് RJ45 സോക്കറ്റ് കാണാം. അതിൽ RJ45 സോക്കറ്റിൽ നമ്മളത് ഇൻസേർട്ട് ചെയ്യുക. ശരിക്കും ഇൻസേർട്ട് ചെയ്ത് അമർത്തിയതിന് ശേഷം എന്ത് ചെയ്യുക, അത് പഞ്ച് ചെയ്യുക. അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ആ കേബിൾസ് എന്ത് ചെയ്യും, അതിൻ്റെ മേലെയുള്ള ആ ജാക്കിൻ്റെ മേലെ പിന്നുമായിട്ട് കണക്റ്റഡ് ആവും. ആ പിന്ന് അതിലെ മേലേക്ക് പ്രസ് ആവുകയാണ് ചെയ്യുക. പ്രസ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സ് ചെയ്യും. പിന്നെ ആ കണക്ടർ എന്താണ്, അതിൽ പെർമനൻ്റ് ആയിട്ട് അവിടെ ഫിക്സ് ആയി നിൽക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ക്രിമ്പിംഗ് ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. ബട്ട് എന്താണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, ആ ഓർഡറാണ്. കളർ കോഡിങ് കറക്റ്റായിരിക്കണം. ഏത് ടൈപ്പാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ടൈപ്പ് കളർ കോഡിങ് കറക്റ്റായിരിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രിമ്പിങ്ങിൻ്റെ വീഡിയോ നമ്മളിപ്പോൾ കണ്ടു. ഇനി അതിൻ്റെ ഇപ്പോൾ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ സ്റ്റെപ്സ് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മളതിൻ്റെ സ്റ്റെപ്സ് നോക്കുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പറയുന്നത്, മെഷർ ദ കേബിൾ യു വാണ്ട് ടു പുട്ട് എൻഡ്സ് ഓൺ ആൻഡ് ട്രിം ഇറ്റ് ടു പ്രോപ്പർ ലെങ്ത് യൂസിങ് ദി കേബിൾ കട്ടർ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരു കേബിള്
പിന്നെ ക്രിമ്പ് ചെയ്യാൻ പോവാണ്. ക്രിമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ, നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ കേബിൾ ക്രിമ്പ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം തന്നെ നോക്കുക, ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പിന്നെ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു പുതിയ ഒരു കമ്പ്യൂട്ടർ നമ്മൾ ആ ഒരു ലാനിലേക്ക് കണക്ട് ചെയ്യണം. അപ്പോൾ ആ കമ്പ്യൂട്ടറും ലാനിലേക്ക് കണക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ലാനിൽ ഓൾറെഡി ഒരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിലേക്കാണ് നമ്മൾ ഒരു കണക്ഷൻ കൊടുക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടറിൻ്റെ നെറ്റ്വർക്ക് കാർഡിൽ നിന്ന് ഒരു കണക്ഷൻ എടുത്തിട്ടാണ് നമ്മൾ സ്വിച്ചിലേക്ക് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എവിടെയാണോ കമ്പ്യൂട്ടർ ഇരിക്കുന്നത് അതുപോലെ സ്വിച്ച് എവിടെയാണെന്ന് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആ ലെങ്ത്ത് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്തിട്ട് എത്ര ലെങ്ത്ത് കേബിൾ വേണം എന്നുള്ളത് ആദ്യം ഡിസൈഡ് ചെയ്യാം. അപ്പോൾ ആ മെഷർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇപ്പം പിന്നെ കറക്റ്റ് ലെങ്ത് അല്ല നോക്കുക, എന്താണ് കുറച്ച് കേബിൾ ചിലപ്പം വലിച്ചു ഊരാനും അതേപോലെ അതിന് കംഫർട്ടബിളായിട്ട് നമുക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എത്രയാണോ മെഷർ വേണ്ടതെന്ന് വെച്ചാൽ അതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. എന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എത്ര ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ഡിസൈഡ് ചെയ്തിട്ട് കേബിൾ കട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ ആദ്യം ആ കേബിൾ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം use the cable stripper to strip about 1.5 inch of the jacket from the end of the cable. Then rotate the stripper around the cable twice. This will cut through the jacket. പിന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് എന്താണ്, പിന്നെ ഒരു കേബിൾ നമ്മൾ എടുത്തതിന് ശേഷം ആ കേബിളിലെ രണ്ട് എൻഡും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ അവിടെ കണക്ടർ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം എന്ത് ചെയ്യുക, ഒരു എൻഡ് എടുത്തിട്ട് അവിടുന്ന് ഏകദേശം 1.5-2 ഇഞ്ച് പിന്നെ ലെങ്ത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വയറിൻ്റെ ആ ഔട്ടർ സ്ലീവ് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വയർ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് നമ്മളിപ്പോൾ നേരത്തെ വീഡിയോയിൽ കണ്ട പോലെ തന്നെ റൊട്ടേറ്റ് ചെയ്താൽ അത് വെച്ചിട്ട് എവിടെയാണോ കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് 2 തവണ റൊട്ടേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ അതിൻ്റെ എൻഡിലൊരു ബ്ലേഡ് ഉണ്ടാവും. ആ ബ്ലേഡ് ഈ സ്ലീവ് മാത്രം കട്ട് ചെയ്യും, ഉള്ളിലുള്ള വയേഴ്സിനൊന്നും സംഭവിക്കില്ല. ആ സ്ലീവ് മാത്രം കട്ട് ചെയ്യും. കട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ആ സ്ലീവ് നമ്മൾ എടുക്കുന്നത് കണ്ടു. ഇനി തേർഡിൽ പുൾ ദി ട്രിംഡ് ജാക്കറ്റ് ഫ്രം ദ കേബിൾ. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ജാക്കറ്റ് പുറത്ത് കളയുക. ഇഫ് എ ജാക്കറ്റ് സിറ്റിംഗ് കോഡ് യൂഷ്വലി എ വൈറ്റ് ത്രെഡ് ഈസ് പ്രസൻറ്റ്, സെപ്പറേറ്റ് ഇറ്റ് ഫ്രം ദി കണ്ടക്ടേഴ്സ് ആൻഡ് ട്രിം ഇറ്റ്. അപ്പോൾ ചില കേബിൾസിൻ്റെ ഉള്ളിൽ ഒരു വൈറ്റ് പിന്നെ സ്ലിറ്റിംഗ് കോഡ് ഉണ്ടാവും. അതായത് ആ കേബിൾ പ്രോപ്പറായിട്ട്, അതായത് 4 പെയർ ഓഫ് കേബിൾസ് ഉണ്ട് അല്ലേ, ആ കേബിൾ കറക്റ്റായിട്ട് സീറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കോഡുണ്ട്. അതൊരു പ്ലാസ്റ്റിക്കാണ്. ജസ്റ്റ് അതും കൂടി പുറത്തേക്ക് നിൽക്കുകയാണെങ്കിൽ അതും കൂടി കട്ട് ചെയ്ത് കളയണം. കാരണം നമുക്ക് ഇപ്പോൾ പിന്നെ RJ45 ജാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ആ പ്ലാസ്റ്റിക് പിന്നെ ഇതുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിനു വേണ്ടി അത് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, അൺട്വിസ്റ്റ് ഓൾ ദി ഇന്നർ കണ്ടക്ടർ പെയർസ് ആൻഡ് സ്പ്രെഡ് ദം എപ്പാർട്ട് സോ ദാറ്റ് യു ക്യാൻ സീ ഈച്ച് ഇൻഡിവിജ്വൽ കണ്ടക്ടർ. പിന്നെന്താണ് ചെയ്യുന്നത്, നമ്മൾ ആ സ്ലീവ് ഊരിക്കഴിഞ്ഞാൽ പിന്നെ ഈ 4 പെയർ ഓഫ് വയേഴ്സ്, കോപ്പർ വയേഴ്സ് കാണാം അല്ലേ, അതൊക്കെ എന്ത് ചെയ്യുക, അൺട്വിസ്റ്റ് ചെയ്യുക. എന്നിട്ടെല്ലാം സ്ട്രെയിറ്റൻ ചെയ്യാം. എന്നിട്ട് പിന്നെ ലൈൻ അപ്പ് ദ ഇൻഡിവിജ്വൽ കണ്ടക്ടേഴ്സ് സോ ദാറ്റ് ദി കളർ കോഡ് മാച്ചസ് ദി കളർ കോഡിംഗ് സ്റ്റാൻഡേർഡ് യു ആർ യൂസിങ്. ഏത് കളർ കോഡിംഗ് സ്റ്റാൻഡേർഡാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ സ്റ്റാൻഡേർഡിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിനൊക്കെ അറേഞ്ച് ചെയ്യാം. അറേഞ്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് നമ്മൾ കൗണ്ട് ചെയ്യുന്നത്, പിൻ നമ്പർ 1 ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ഇപ്പോൾ 568A ആണെങ്കിൽ അതിൻ്റെ കളർ കോഡിംഗ് നോക്കുക, 568B ആണെങ്കിൽ അതിൻ്റെ കളർ കോഡിംഗ് നോക്കിയിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക, പിൻസിനെ അറേഞ്ച് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ട്രിം ദി കണ്ടക്ടർ സോ ദാറ്റ് ദ എൻഡ്സ് ആർ ഈവൺ വിത്ത് ഈച്ച് അതർ, മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ജാക്കറ്റ് ഓഫ് ദി കേബിൾ വിൽ ബി ഇൻസൈഡ് ദി കണക്ടർ. പിന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊക്കെ സ്ട്രെയിറ്റൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേബിൾസൊക്കെ ചില സമയത്ത് ലെങ്ത്ത് ചെറിയ ഡിഫറൻസ് ഉണ്ടാവും, ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ നമ്മൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ ആ പിന്നെ നമ്മുടെ ക്രിമ്പിംഗ് ടൂളിൻ്റെ കൂടെ തന്നെ അതിൻ്റെ ഒരു കട്ടർ ഉണ്ട്, അതിൻ്റെ അടുത്ത് തന്നെ ആ വീഡിയോയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കട്ടർ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക,
കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ആ ടിപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻഡ് കംപ്ലീറ്റ് ആ കേബിൾസ് കംപ്ലീറ്റ് ഒരേ ലെങ്ത്തിലായാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ ആ സോക്കറ്റിൽ കറക്റ്റായിട്ട് എല്ലാ പിൻസും കറക്റ്റായിട്ട് ഇറങ്ങി നിൽക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ടിപ്പ് ഒന്ന് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ടിപ്പ് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഹാഫ് ഇഞ്ച് അല്ലെങ്കിൽ 0.6 ആണ് ഇതിൽ പറയുന്നത്, 0.5 to 0.6 ആ അത്രയും ഭാഗം പുറത്തേക്ക് വരുന്ന രീതിയിൽ ഈ കേബിൾ കാണത്തക്ക രീതിയിൽ വേണം കട്ട് ചെയ്യാൻ. അതിനേക്കാൾ കൂടുതലായാലും കുറഞ്ഞു പോയാലും എന്താണ് നമ്മൾ ആ സോക്കറ്റിൽ കറക്റ്റായിട്ട് ഇൻസേർട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ പറയുന്നത് കെയർഫുള്ളി ഇൻസേർട്ട് ദ കണ്ടക്ടേഴ്സ് ഇൻ ദി കണക്ടർ എൻഷുറിങ് ദാറ്റ് ഓൾ കണ്ടക്ടേഴ്സ് ലൈൻ അപ്പ് പ്രോപ്പർലി വിത്ത് ദി പിൻസ്. പിന്നെ അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ആ നമ്മൾ RJ45 കണക്ടറിലേക്ക് ഈ നമ്മളിപ്പോൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ കേബിൾസ് നമ്മൾ എന്ത് ചെയ്യുക, ഇൻസേർട്ട് ചെയ്യാം. അപ്പോൾ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇൻസേർട്ട് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത്. നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കൈ കൊണ്ട് പിടിച്ചിരിക്കുന്ന ആ കൈ എടുക്കാതെ തന്നെ എന്ത് ചെയ്യുക, ആ ഒരു സോക്കറ്റിലേക്ക് ഇൻസേർട്ട് ചെയ്യാണ് വേണ്ടത്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും, ഓർഡർ തെറ്റാതെ നമ്മൾ എന്ത് ചെയ്യണം, കേബിളിലേക്ക് കണക്ടറിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇൻസേർട്ട് ചെയ്ത് നന്നായി പുഷ് ചെയ്തിട്ട് പിന്നെ വെക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ കുറച്ച് പിന്നോട്ടായി പോയിട്ട് ഏതെങ്കിലും കേബിളൊക്കെ കുറച്ച് പിന്നോട്ടായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പഞ്ച് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കില്ല, ആ പിന്നും ജാക്കിൻ്റെ മേലെ, അതായത് കണക്ടറിൻ്റെ മേലുള്ള ആ പിന്ന് വയറിൻ്റെ മേലെ ശരിക്ക് കണക്ഷൻ വരില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കണം. Carefully insert the connector and cable into the crimping tool and push the pins on the connector into the conductors inside the connector. Now the installation is done. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, ക്രിമ്പിംഗ് ടൂളിൽ ആ പറഞ്ഞിരിക്കുന്ന സോക്കറ്റിലേക്ക് അത് പിന്നെ ഇൻസേർട്ട് ചെയ്യുക. അതിന് ശേഷം നമ്മൾ അമർത്തി കഴിഞ്ഞാൽ, പഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, അത് ഇൻസ്റ്റലേഷൻ കംപ്ലീറ്റ് ആയി. ആ ഒരു കണക്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ആ ക്രിമ്പിംഗ് പ്രോപ്പറായിട്ട് ചെയ്തു എന്ന് പറയാം. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആഫ്റ്റർ ദ വോൾ ഇൻസ്റ്റലേഷൻ യു ഷുഡ് ചെക്ക് ടു എൻഷുർ ഓൾ കണ്ടക്ടേഴ്സ് ആർ മേക്കിംഗ് കോണ്ടാക്ട് ആൻഡ് ദാറ്റ് ഓൾ പിൻസ് ഹാവ് ക്രിംഡ് ഇൻ ടു ദെയർ റെസ്പെക്റ്റീവ് കണ്ടക്ടേഴ്സ്. അപ്പോൾ ഇത് ക്രിമ്പിംഗ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കുക എല്ലാ പിൻസും. അതൊന്നും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ, ട്രാൻസ്പെറൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ വയേഴ്സൊക്കെ പിന്നെ ആ പിന്നുമായിട്ട് കണക്ഷൻ വന്നിട്ടുണ്ടോ എന്നുള്ളത് ജസ്റ്റ് നോക്കിയാലും നമുക്ക് കാണാൻ പറ്റും. അപ്പം അത് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റെപ്സ് വായിച്ചതിന് ശേഷം ഒന്നുകൂടി നിങ്ങൾ ആ പിന്നെ വീഡിയോ ഒന്നും കൂടി കാണും. നെക്സ്റ്റ്, ഇപ്പോൾ നമ്മൾ കേബിള് ഒരെൻഡ് നമ്മൾ ചെയ്തു, ഇതേപോലെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് മറ്റേ എൻഡും ഇതുപോലെ ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്ട്രെയിറ്റ് ത്രൂ ആണെങ്കിൽ സെയിം കളർ കോഡ് തന്നെ യൂസ് ചെയ്യണം. ക്രോസ് ഓവർ ആണെങ്കിൽ 568A ഒരു എൻഡിലും 568B മറ്റേ എൻഡിലും വരത്തക്ക രീതിയിൽ ചെയ്യണം. ഇനി നെക്സ്റ്റ് IO കണക്ടർ ക്രിമ്പിംഗ് ആണ്. IO കണക്ടർ അല്ലെങ്കിൽ കീ സ്റ്റോൺ ജാക്ക് എന്ന് പറയും. അപ്പോൾ ഇത് സാധാരണഗതിയിൽ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് നമ്മളെ നെറ്റ്വർക്ക് കാർഡിൽ നിന്ന് വരുന്ന ഒരു കണക്ഷൻ അല്ലേ, നമ്മളെ സിസ്റ്റത്തിൽ നിന്ന് വരുന്ന കണക്ഷൻ നമ്മൾ നെറ്റ്വർക്ക് കാർഡിൽ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോർട്ടിലാണ് കണക്ട് ചെയ്യുന്നത്. ഒരു എൻഡ് നമ്മൾ എവിടെ കണക്ട് ചെയ്യും, സ്വിച്ചിലേക്കും ആണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓപ്പണായിട്ട് നമ്മൾ ആ വയർ ഇങ്ങനെ പുറത്ത് ഇടാതെ നമ്മൾ എന്ത് ചെയ്യാം, അതിനെ ഒരു വയറിങ് ചെയ്യുന്നത്. ഇപ്പോൾ വീട്ടിലൊക്കെ നമ്മൾ വയറിങ് കൺസീൽഡ് വയറിങ് ചെയ്യുന്നില്ലേ, അതേ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന ഈ കേബിൾ കാണാത്ത രീതിയിൽ നമ്മൾ വയറിങ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കണക്ടറാണ് ഈ കീ സ്റ്റോൺ കണക്ടർ. അപ്പോൾ നമ്മൾ എവിടെയാണോ സിസ്റ്റം കണക്ട് ചെയ്തിരിക്കുന്നത് അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് എന്ത് ചെയ്യും, ചുമരിൻ്റെ മേലെ ഈ ഒരു സോക്കറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി,
അവിടേക്ക് പ്ലഗ് ചെയ്താൽ മതി. നമ്മളെ ഈ നെറ്റ്വർക്ക് കേബിൾ ഒരു എൻഡ് നമ്മളെ നെറ്റ്വർക്ക് പോർട്ടിലും കണക്ട് ചെയ്യുക, മറ്റേ എൻഡ് ഈ ചുമരിൽ ഈ സോക്കറ്റിലേക്ക് കണക്ട് ചെയ്താൽ മതി. ഇപ്പം ചില ഓഫീസുകൾ അതേപോലെ ലാബിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് ജസ്റ്റ് ഒന്നുമില്ല, നമ്മൾ പിന്നെ വീട്ടിലൊക്കെ വയറിംഗ് ഒക്കെ ചെയ്യുമ്പോൾ കണ്ടിട്ടില്ലേ, നിങ്ങളെ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യുന്നത് കണ്ടിട്ടില്ലേ? അപ്പോൾ ആ സ്വിച്ച് ബോർഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ കൂടെ വയറ് വലിച്ചിട്ട് എന്ത് ചെയ്യും, അതിലേക്ക് ആ ബോർഡിലേക്ക് കണക്ഷൻ കൊടുക്കാൻ ചെയ്യാം. അതേപോലെ തന്നെ ഈ സ്വിച്ചിൽ നിന്ന് വരുന്ന കേബിള് കൺസീൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെ ഒരു കീ സ്റ്റോൺ ജാക്ക് കൊടുക്കും. ആ ജാക്കിലേക്കാണ് നമ്മൾ ഈ ഒരു കണക്ടർ കണക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ഇമേജ്, ആ ജാക്കിൻ്റെ, കീ സ്റ്റോൺ ജാക്കിൻ്റെ. അപ്പോൾ ഈ ഒരു ജാക്കിൽ നമ്മൾ ഈ ഒരു പിന്നെ നമ്മളെ UTP കേബിള് കണക്ട് ചെയ്യുന്നു. അത് അതിന് ശേഷം ഈ ജാക്ക് പുറത്ത് കാണുന്ന രീതിയിൽ ഒരു വാൾ പ്ലേറ്റ് കൊടുത്തിട്ട് ചുമരുമേൽ ഫിക്സ് ചെയ്യാം. ഇപ്പോൾ നോക്കുക, അറ്റ് വൺ എൻഡ് കട്ട് ദ വയർ ടു ലെങ്ത് ലീവിങ് ഇനഫ് ലെങ്ത് ടു വർക്ക് ബട്ട് നോട്ട് ടു മച്ച് എക്സസ്. ആദ്യം എന്ത് ചെയ്യാം, വയർ വലിച്ചതിന് ശേഷം എത്ര വയർ നമുക്ക് വർക്ക് ചെയ്യാൻ, അതായത് നമുക്കിവിടെ ഫിക്സ് ചെയ്തിട്ട് ആ പിന്നെ പ്ലേറ്റ് അവിടെ ചുമരുമ്പിൽ ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എത്ര ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ അത് കറക്റ്റായിട്ട് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. അതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്ലീവ് റിമൂവ് ചെയ്യാം. അപ്പോൾ സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് ആ സ്ലീവ് ഏകദേശം ഒരു 2 ഇഞ്ച് ലെങ്ത്തിൽ ആ സ്ലീവ് റിമൂവ് ചെയ്യാം. അതിന് ശേഷം അലൈൻ ഈച്ച് ഓഫ് ദി കളേർഡ് വയർസ് അക്കോർഡിംഗ് ടു ദി ലേഔട്ട് ഓഫ് ദി ജാക്ക്. അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ നേരത്തെ നമ്മൾ ക്രിമ്പിങ് ചെയ്യുന്ന പോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക, സ്ട്രെയിറ്റൻ ചെയ്യുക, കേബിൾസൊക്കെ സ്ട്രെയിറ്റൻ ചെയ്യുക. അതിന് ശേഷം നമ്മൾ ആ ജാക്കിൻ്റെ മേലെ തന്നെ ഉണ്ടായിരിക്കും അത് എങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്. ഓരോ പിന്നും ഓരോ കേബിളും ഏത് കളറ് എവിടെയാണോ കണക്ട് ചെയ്യുന്നുണ്ട് ആ സോക്കറ്റിൻ്റെ മേലെ തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതായത് 568A ഉണ്ടാവും, 568B അതിൽ കാണിച്ചിരിക്കും. ആ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, അത് കണക്ട് ചെയ്യാം. നമ്മളത് ആ കേബിള് ആദ്യം അതിൽ കാണുന്ന ആ സോക്കറ്റിൽ വെച്ചതിന് ശേഷം ഒരു പഞ്ച് ഡൗൺ ടൂളുണ്ട്. പഞ്ച് ഡൗൺ ടൂള് യൂസ് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കേബിള് അതിൽ ഫിക്സ് ആയിട്ട് നിൽക്കും. വീഡിയോ കാണിച്ചു തരാം. വയറ് സ്ട്രിപ്പർ യൂസ് ചെയ്തിട്ട് അതിൻ്റെ സ്ലീവ് റിമൂവ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് ആ 4 പെയർസ് കേബിൾ കാണാം, അത് അൺട്വിസ്റ്റ് ചെയ്യാം. എല്ലാം അൺട്വിസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ സെൻട്രലായിട്ടൊരു പ്ലാസ്റ്റിക് മെറ്റീരിയൽ കാണാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ 4 പെയർസ് കറക്റ്റായിട്ട് അതിൽ ആ കേബിളിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്, കറക്റ്റ് പൊസിഷനിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അത് നമുക്ക് ആവശ്യമില്ല, ജസ്റ്റ് എന്ത് ചെയ്യാം, കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി ഈ കേബിൾസ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ജാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്ക് സൈഡിൽ നോക്കിയാൽ കാണാം. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്തേണ്ടതെന്നുള്ളതിൻ്റെ അത് ഡയറക്ഷൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാൻ പറ്റും. ഇപ്പോൾ 568A ആണെങ്കിൽ എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത്, 568B എവിടെയാണ് കണക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ കാണാം നിങ്ങൾക്ക് എവിടേക്കാണ് കണക്ട് ചെയ്യുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് അതിൽ കാണിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് ബ്ലൂ ആണ്. അപ്പോൾ ബ്ലൂ വയർ നമ്മളവിടെ വെച്ചു. പഞ്ച് ഡൗൺ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് അമർത്തി കഴിഞ്ഞാൽ അവിടെ അത് ഫിക്സ് ആവും. ബാക്കിയുള്ള കേബിളിൻ്റെ കഷ്ണം
കട്ട് ചെയ്ത് പുറത്തേക്ക് കളയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് കാണാം എ എന്ന് പറയുന്ന കണക്ഷൻ എയും ബിയും അതിൽ കറക്റ്റായിട്ട് കൊണ്ട് 568B 568A ഏതൊക്കെയാണ് വരുന്നത് എന്നുള്ളത് അതിൽ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം വരുന്നത് ബ്ലൂ വൈറ്റും ബ്ലൂ ആയിരുന്നു, അത് നമ്മൾ കൊടുത്തു. ഇനിയുള്ളത് ഗ്രീൻ വൈറ്റും ഗ്രീനുമാണ്. അതും അതേപോലെ തന്നെ നമ്മൾ പഞ്ച് ഡൗൺ ടൂൾ യൂസ് ചെയ്തിട്ട് ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി പുറത്ത് വരുന്നത് ഓറഞ്ച് വൈറ്റും ഓറഞ്ചുമാണ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഡയറക്ഷൻ, അതിൻ്റെ കോഡ് നമ്മൾ പഠിച്ചു വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, അതിൽ തന്നെ കാണിച്ചിരിക്കുന്നുണ്ട് കറക്റ്റായിട്ട്. 568A എങ്ങനെയാണ് വരിക, 568Bൻ്റെത് എങ്ങനെയാണ് കണക്ഷൻ വരിക എന്നുള്ളത് അതിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. അത് ജസ്റ്റ് അത് നോക്കിയിട്ട് വയർ അവിടെ പ്ലേസ് ചെയ്യുക, പഞ്ച് ഡൗൺ ടൂൾ യൂസ് ചെയ്തിട്ട് അമർത്തി കൊടുക്കുക. ഇനി ലാസ്റ്റ് 2 വയേഴ്സ് ഉണ്ട്, വൈറ്റ് ബ്രൗണും അതും അതേ രീതിയിൽ സോക്കറ്റിൽ പ്ലേസ് ചെയ്യുക, പഞ്ച് ഡൗൺ ടൂൾ യൂസ് ചെയ്തിട്ട് ജസ്റ്റ് പഞ്ച് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ 8 വയേഴ്സും നമ്മൾ എന്ത് ചെയ്തു, അതിൽ ഫിക്സ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഈ രീതിയിലാണ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. ഇതിന് ശേഷം ഇതിൻ്റെ ഒരു ക്യാപ്പ് ഉണ്ട്, ആ ക്യാപ്പ് എന്ത് ചെയ്യാം, അതിൻ്റെ ബാക്ക് സൈഡിൽ ഫിക്സ് ചെയ്യാനുള്ള ക്യാപ്പാണ്. ആ ക്യാപ്പ് അതിൻ്റെ പിന്നിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, ക്യാപ്പ് അവിടെ ഫിക്സ് ആവും. ഇനി ഈ സോക്കറ്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളെ സ്വിച്ച് ബോർഡ് വെക്കുന്ന പോലെ അങ്ങനെ ഒരു വാൾ പ്ലേറ്റിൻ്റെ മേലെ ഫിക്സ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ടെസ്റ്റിംഗ് ദി ക്രിംപ്ഡ് കേബിൾ യൂസിങ് എ കേബിൾ ടെസ്റ്റർ. ഇപ്പോൾ നമ്മൾ കേബിള് ക്രിംപ് ചെയ്തു. ഇനി ഈ കേബിള് നമ്മൾ ക്രിംപ് ചെയ്ത കേബിള് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അറിയണമെങ്കിൽ നമ്മളൊരു കേബിൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കേബിളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കേബിൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നേരത്തെ നമ്മളെ ക്രിമ്പിംഗ് ടൂൾ പോലെ തന്നെയാണ് RJ11 അതുപോലെ തന്നെ RJ45 കേബിളും നമുക്ക് ഈ ഒരു കേബിൾ ടെസ്റ്റർ യൂസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിന് ഈ കേബിളിൻ്റെ മേലെ സോക്കറ്റ് ഉണ്ടായിരിക്കും. RJ45 അതുപോലെ RJ11 സോക്കറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ടെസ്റ്ററിന് 2 പാർട്ടാണ്, 2 പാർട്ടുണ്ട്. അത് നമുക്ക് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റും. അതിന് കൂടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇമേജിൽ കാണുന്ന പോലെ തന്നെ അത് കുറച്ച് വീതിയുള്ളത്, ഒന്ന് കുറച്ച് മെലിഞ്ഞ ഒരു പാർട്ടാണ്. അപ്പോൾ ഇത് രണ്ടും ഡിറ്റാച്ചബിളാണ്. അപ്പോൾ ആദ്യം തന്നെ
എന്ത് ചെയ്യുക, പ്ലഗ് വൺ എൻഡ് ഓഫ് ദി കേബിൾ ഇൻ ടു ദി ട്രാൻസ്മിറ്റ് ജാക്ക്. ഒന്ന് ട്രാൻസ്മിറ്റ് ജാക്കും ഒന്ന് റിസീവർ ജാക്കുമാണ്. അപ്പോൾ ആദ്യം തന്നെ ട്രാൻസ്മിറ്റർ ജാക്കിലേക്ക് കേബിളിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്യുക. പ്ലഗ് ദി അതർ എൻഡ് ഓഫ് ദി കേബിൾ ഇൻ ടു ദി റിസീവർ ജാക്ക്. റിസീവർ ജാക്കിലേക്ക് മറ്റേ എൻഡും കണക്ട് ചെയ്യാം. അതിനുശേഷം ചെക്ക് ദ ലൈറ്റ്സ് ഓൺ ദി ടെസ്റ്റർ. ടെസ്റ്ററിലുള്ള ലൈറ്റ്സ് ചെക്ക് ചെയ്യാം. അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന ആ ഗ്രീൻ കളറിൽ റെക്ടാങ്കിളിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിൽ കുറേ LEDs ഉണ്ട്. അപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് LEDs നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും കേബിൾസിന് എവിടെയെങ്കിലും ഏതെങ്കിലും. ഇപ്പം പിന്നെ RJ11 ആണെങ്കിൽ 6 LED ആണ് ബ്ലിങ്ക് ചെയ്യുക. RJ45 ആണെങ്കിൽ 8 കേബിൾസ് ഉണ്ടാവുക. അപ്പോൾ 8 LED ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് ചെക്ക് ചെയ്യാൻ പറ്റും. The tester will have 2 sets of 8 LED lights that correspond to 8 pins on the transmitting and receiving end of the Ethernet cable. അപ്പോൾ ഇവിടെ എന്താണ്, RJ45 ആണെങ്കിൽ അവിടെ നമുക്ക് 8 LEDs ഉണ്ട്. പിന്നെ ഈ ഡിവൈസിൻ്റെ റിസീവറിലും അതേപോലെ തന്നെ ട്രാൻസ്മിറ്റും ജാക്കിലും അതേപോലെ തന്നെ റിസീവർ ജാക്കിലും രണ്ടിലും എന്താണ് 8 LEDs ബ്ലിങ്ക് ചെയ്യണം. എന്നാൽ മാത്രമേ അത് കേബിൾ ഓക്കെ ആണെന്ന് പറയാൻ പറ്റുള്ളൂ. There will also be a G light for the ground. It will test each pin one at a time. അപ്പോൾ അതൊരു G എന്ന് പറയുന്ന ഒരു LED കൂടി ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ കാണാം. ആ വലിയ പാർട്ട് ട്രാൻസ്മിറ്റ് ജാക്കിൻ്റെ ലെഫ്റ്റ് സൈഡിലുണ്ടാവും വേറൊരു LED ഉണ്ട്. G ആണ്. അത് ഗ്രൗണ്ടായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോ പിന്നും അറ്റ് എ ടൈം അതിൽ വീഡിയോയിൽ കാണിച്ചു തരാം. If all 8 pin light up on both ends, the cable is good. ഇപ്പോൾ 2 എൻഡിലും എന്താണ് 8 പിന്നും കറക്റ്റായിട്ട് ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, ആ ഓർഡറിൽ ബ്ലിങ്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, കേബിള് ഓക്കെ ആണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൻ്റെ വീഡിയോ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ കേബിൾ ടെസ്റ്റർ. അപ്പോൾ ഈ ഒരു ഡിവൈസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ കേബിൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രിമ്പ് ചെയ്ത കേബിൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാം. പിന്നെ അതുകൂടാതെ പിന്നെ ഓൾറെഡി ഏതെങ്കിലും ഒരു നെറ്റ്വർക്കിൽ എന്തെങ്കിലും പിന്നെ കണക്ഷൻ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കേബിൾ എന്തെങ്കിലും കട്ടായതോ ഷോർട്ടായതോ ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ കേബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം 2 സോക്കറ്റ് ഉണ്ട്. RJ11 ഉണ്ട്, അതുപോലെ തന്നെ RJ45 സോക്കറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊന്ന് റിസീവർ ജാക്കാണ്, പിന്നെ അതുപോലെ ഒന്ന് ട്രാൻസ്മിറ്റർ ജാക്കും ഉണ്ട്. അപ്പോൾ ട്രാൻസ്മിറ്റർ ജാക്കിൻ്റെ മേലെ അതുപോലെ റിസീവറിൻ്റെ മേലെ എന്താണ് ഈ കണക്റ്റേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ആദ്യം നമ്മൾ ഒരു എൻഡ് നമ്മൾ ട്രാൻസ്മിറ്റർ ജാക്കിലും കേബിളിൻ്റെ മറ്റേ എൻഡ് റിസീവർ ജാക്കിലും കണക്ട് ചെയ്യാം. അതിനുശേഷം ഇതിൻ്റെ മേലെ ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ഓണാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അതിൽ LED ബ്ലിങ്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഉള്ള ആ സിംഗിൾ LED ആണ് നേരത്തെ പറഞ്ഞ ആ G അല്ലെങ്കിൽ ഗ്രൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നോക്കുക, പിൻ നമ്പർ 1, 2, 3, 4 എന്ന ഓർഡറിൽ അത് ബ്ലിങ്ക് ചെയ്യും. അപ്പോൾ ഈ 2 ഡിവൈസിലും നമ്മൾ ചെക്ക് ചെയ്യണം ആ ഓർഡറിൽ ബ്ലിങ്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക. അപ്പോൾ RJ45 ആണെങ്കിൽ 1 മുതൽ 8 വരെ ബ്ലിങ്ക് ചെയ്യും. RJ11 കേബിൾ ആണെങ്കിൽ 1 മുതൽ 6 വരെ ബ്ലിങ്ക് ചെയ്യുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ 2 ഡിവൈസ് ഇത് ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു ഡിവൈസ് 2 പാർട്ടായിട്ടാണുള്ളത് അല്ലേ? എന്തുകൊണ്ടായിരിക്കും? കാരണം ഇപ്പോൾ ലെങ്തി കേബിൾ ആണെങ്കിൽ അല്ലേ, ഒരു എൻഡ് നമ്മളിവിടെ കണക്ട് ചെയ്തിട്ട് മറ്റേ എൻഡ് ചിലപ്പം വേറെ റൂമിലൊക്കെ ആയിരിക്കും. അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അതിന് വേണ്ടിയിട്ട്. ഇനി നമ്മൾ വേറൊരു കേബിൾ വെച്ചിട്ട് ചെക്ക് ചെയ്യാണ്. ഈ കേബിള് അതേപോലെ തന്നെ നമ്മൾ കണക്ട് ചെയ്തു.
ഇനി ഓണാക്കുകയാണ്. ഓണാക്കുമ്പോൾ ബ്ലിങ്ക് ചെയ്യണമെന്ന് നോക്കുക. 1 2 3. അതിന് ശേഷം പിന്നെ ബ്ലിങ്ക് ചെയ്യുന്നത് കാണില്ല. 1 2 3 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 8 ഉണ്ട്. 1 2 3 ഓക്കെയാണ്. 4 ഇല്ല, 5 ഇല്ല, 6 ഇല്ല, 7 8 ഓക്കെയാണ്. അപ്പോൾ എന്താ അതിൻ്റെ മീനിങ്? 1 2 3യും അതേപോലെ തന്നെ 7 8ഉം ഓക്കെയാണ്. ബാക്കിയുള്ള 4 5 6ന് എന്തോ പ്രശ്നമുണ്ട് അല്ലേ? ഒന്നുകിൽ ഷോർട്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളിലെവിടെയെങ്കിലും ഓപ്പൺ ആയിരിക്കാം. അപ്പോൾ ഈ കേബിൾ എന്താണ്? ഈ കേബിള് കംപ്ലൈൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നമ്മൾ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടില്ല, കറക്റ്റായിട്ട് നമുക്ക് കണക്ഷൻ കിട്ടില്ല. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കേബിൾ ടെസ്റ്റർ യൂസ് ചെയ്യുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ കേബിൾ കറക്റ്റാണോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡിവൈസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ നമ്മളെ ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ നമുക്ക് ചെയ്യാനുള്ളത്. ഇനി നമുക്ക് ഇന്ന് എന്തൊക്കെ പഠിച്ചു അതിൻ്റെ ജസ്റ്റ് ഒരു സമ്മറി നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ട്രാൻസ്മിഷൻ മീഡിയ. എന്തായിരുന്നു ട്രാൻസ്മിഷൻ മീഡിയ? എന്താണ് ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ path for transmission of data or signals. ഇപ്പോൾ ഡാറ്റ അല്ലെങ്കിൽ സിഗ്നൽസ് ട്രാൻസ്മിറ്റ് ചെയ്യാനുള്ള ഒരു പാത്ത് ബിറ്റ്വീൻ ഡിവൈസസ് ഇൻ ദി നെറ്റ്വർക്ക്. അതിനാണ് നമ്മൾ ട്രാൻസ്മിഷൻ മീഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ട്രാൻസ്മിഷൻ മീഡിയ ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ഗൈഡഡ് മീഡിയ ആൻഡ് unguided media. So what is a guided media? Guided media means there is a physical path between devices for data transmission. But in the case of unguided media, there is no physical path between the devices. Next, twisted pair cable. Twisted pair cable is a commonly used cable for cabling LAN systems. ഇപ്പോൾ ലാനിൽ നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു കേബിളാണ്, കേബിളിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന കേബിളാണ് ഈ ട്വിസ്റ്റഡ് പെയർ കേബിൾ. ഇപ്പോൾ ട്വിസ്റ്റഡ് പെയർ കേബിൾ എങ്ങനെ ഉണ്ടാവുക? It consists of 4 pairs of cables. Which are the different types? There are mainly 2 types of twisted pair cables. That is UTP and STP. UTP means unshielded twisted pair. STP means shielded twisted pair. What is the difference? Shielded twisted pair has an additional foil shield inside the insulator or the outer plastic cover. പിന്നെന്താ പറഞ്ഞേ? കാറ്റഗറി. ഏതൊക്കെ കാറ്റഗറീസ് കേബിൾസ് ആയിരുന്നു യു ടി പി കേബിൾസ്? CAT 3, CAT 5, CAT 5E, CAT 6, CAT 6A, CAT 7 and CAT 8. Next, crimping. What is crimping? എന്തായിരുന്നു? സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് ദ process of affixing a connector to the end of a cable. കേബിളിൻ്റെ എൻഡിൽ ഒരു കണക്ടർ ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്രിമ്പിംഗ് എന്ന് പറയുന്നത്. പിന്നെന്താ പറഞ്ഞത്? 2 സ്റ്റാൻഡേർഡ്സ് ഉണ്ട് അല്ലേ? 2 സ്റ്റാൻഡേർഡ് കളർ കോഡ്സ്. വിച്ച് ആർ ദ T16
568A and T568B. അപ്പം അതിൻ്റെ ഒരു കളർ കോഡിംഗ് ഉണ്ട്. ആ കളർ കോഡിംഗ് നിങ്ങൾ പഠിക്കണം. പിന്നുള്ളത് 2 കോമൺ ടൈപ്സ് ഓഫ് ട്വിസ്റ്റഡ് പെയർ കേബിൾസ്. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ത്രൂ ആൻഡ് ക്രോസ് ഓവർ. സ്ട്രെയിറ്റ് ത്രൂ എന്തിനായിരുന്നു യൂസ് ചെയ്തത്? ഫോർ കണക്റ്റിംഗ് ഡിസ്സിമിലർ ഡിവൈസസ്. അതായത് വ്യത്യസ്ത ഡിവൈസുകൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്ട്രെയിറ്റ് ത്രൂ കേബിൾസ് യൂസ് ചെയ്യുന്നത്. ക്രോസ് ഓവറോ? ഫോർ കണക്റ്റിംഗ് സിമിലർ ഡിവൈസസ്. സിമിലർ ഡിവൈസസ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്രോസ് ഓവർ കേബിൾ യൂസ് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തൊക്കെ പഠിച്ചത്? കേബിൾ ക്രിമ്പിംഗ് സ്റ്റെപ്സ് അല്ലേ? എങ്ങനെയാണ് കേബിൾ നമ്മൾ ക്രിമ്പ് ചെയ്യുന്നത്. പിന്നെ ഏതോ IO കണക്ടർ കീ സ്റ്റോൺ ജാക്ക് ക്രിമ്പിംഗ് സ്റ്റെപ്സ്, അത് നമ്മൾ പഠിച്ചു. പിന്നെ ലാസ്റ്റ് കേബിൾ ടെസ്റ്റിംഗ്, എങ്ങനെയാണ് ഒരു കേബിൾ ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു എക്സ്പെരിമെൻറ്റിൽ ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്നും കൂടി നോക്കുക. പിന്നെ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.